अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ശ്രീ മഹാഭാരതത്തിൽ കുന്തിയുടെയും പുത്രന്മാരുടെയും കാനനവാസവും അതിനുശേഷം ഹിഡിംബ വധവുമാണ് പരിശോധിക്കുന്നത്. കുന്തിക്കൊപ്പം പാണ്ഡവര് വിതുരർ നിർദ്ദേശിച്ച വഴിയിലൂടെ നടന്ന് ക്ഷീണിതരായി. അപ്പോൾ കുന്തിയെ ഭീമസേനൻ തോളിലും നകുല സഹദേവന്മാരെ ഒക്കത്തും ധർമ്മപുത്രരെ വലം കൈയിലും അർജുനെ ഇടത്തെ കൈയിലും എടുത്തുകൊണ്ട് വേഗത്തിൽ നടന്നു. ഗംഗാതീരത്തുള്ള വനാന്തരത്തിൽ അവരെത്തിച്ചേർന്നു. അപ്പോൾ നേരം വെളുത്തിരുന്നില്ലെങ്കിലും അവിടെ ഒരാള് അവരെ കാത്തു നിന്നിരുന്നു. അവിടെ കണ്ട ആള് വിതുരരെ അയച്ചു വന്ന ആളാണ് എന്ന് യുധിഷ്ഠിരനെ കണ്ടു പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് ഒരു സന്തോഷമായത്. ആ ആൾ അവരെ ഗംഗ കടത്തി. അതിനുശേഷം അവര് തെക്കോട്ട് യാത്ര പുറപ്പെട്ടു. ഈ സമയം ധൃതരാഷ്ട്രരും പുത്രരും പാണ്ഡവർക്ക് ഉദയക്രിയ ചെയ്ത് ആ സ്ഥലത്ത് തങ്ങി. പാണ്ഡവർ മരിച്ചു എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ എത്തപ്പെട്ട നിഷാദിയുടെയും മക്കളുടെയും ശവം അവിടെ ഉണ്ടായിരുന്നു. ആ കുന്തിയുടെയും മക്കളുടെയും മരണത്തില് ധൃതരാഷ്ട്രർക്ക് പങ്കുണ്ടെന്നും ആ നൃപൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നും രണ്ടു തരത്തില് ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. കുന്തിക്ക് വളരെയധികം ക്ഷീണം തോന്നി. അത് ഭീമനോട് പറഞ്ഞു. ഭീമൻ പറഞ്ഞു, ദാ അടുത്ത് തന്നെ ഒരു അരയാല് കാണുന്നുണ്ട്, അവിടെ വിശ്രമിക്കാം. ഭീമൻ ഒഴികെയുള്ളവര് അവിടെ വിശ്രമിച്ച സമയത്ത് സമീപത്ത് ജലപക്ഷികളായ ഹംസങ്ങളെ കണ്ടതുകൊണ്ട് വെള്ളം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഭീമസേനൻ ജലം അന്വേഷിച്ച് പുറപ്പെട്ടു. ഭീമൻ ഒരു താമര പൊയ്ക കാണുകയും അവിടെ നിന്ന് ധാരാളം ജലം കുടിക്കുകയും ഉത്തരീയത്തിൽ താമര ഇതളുകൾ വിരിച്ച് സഹോദരങ്ങൾക്കും മാതാവിനും ജലം എടുക്കുകയും ചെയ്തു. ഭീമൻ മടങ്ങി വരുമ്പോൾ ഏവരും ഉറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ആ പെരുത്ത ഈ കാട്ടില് അവര് നിലത്ത് കിടക്കുന്നത് കണ്ടപ്പോഴേ ഭീമന് വളരെ ദുഃഖം തോന്നി. ഇതിന് കാരണക്കാരായ കൗരവരെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കണം എന്ന് ഭീമൻ ആഗ്രഹമുണ്ടെങ്കിലും യുധിഷ്ഠിരൻ തടയുന്നതിനാൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യവും ഭീമനെ കൂടുതൽ ദുഃഖിപ്പിച്ചു. അവർ ഉണർന്ന ശേഷം വെള്ളം കുടിച്ച് അടുത്തുള്ള നഗരത്തിലേക്ക് പോകാം എന്ന് ഭീമൻ ആലോചിച്ചുകൊണ്ട് അവർക്ക് കാവലിരുന്നു.
ആ സമയത്താണ് ഹിഡിംബന് മനുഷ്യന്റെ ഗന്ധം അനുഭവപ്പെട്ടത്. ആ സ്ഥലം ഹിഡിംബന്റെ ആവാസ സ്ഥലമായിരുന്നു. ഹിഡിംബൻ സഹോദരിയായ ഹിഡിംബിയോട് പറഞ്ഞു, മനുഷ്യന്റെ മാംസ ഭക്ഷിച്ചിട്ട് കുറച്ചു കാലമായി. എനിക്ക് ഈ മരത്തിലിരുന്നാലേ അവിടെ കൂടുതൽ ആളുകൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നീ പോയി അവരെയൊക്കെ പിടിച്ചുകൊണ്ട് വരിക, നമുക്ക് ഒന്നിച്ചിരുന്ന് മനുഷ്യനെ ഭക്ഷിക്കാം. അത് കേട്ട് ഹിഡിംബി അവിടെ എത്തിയപ്പോൾ ഉണർന്നിരിക്കുന്ന ആ ഭീമസേനെയാണ് കണ്ടത്. ആ മനുഷ്യർ കിടന്നുറങ്ങുന്നു എന്നാണ് സഹോദരൻ പറഞ്ഞത്. ഇവിടെ വന്നപ്പോഴേ ഒരാൾ ഉണർന്നിരിക്കുന്നു. ആ ആളിനെ കണ്ടപ്പോഴേ ആ ആളിൻ്റെ സൗന്ദര്യത്തിൽ ഹിഡിംബി ആകൃഷ്ടയായിപ്പോയി. യുവാവും കോമളനുമായ ആ ഭീമസേനനെ കണ്ട ഹിഡിംബി മനുഷ്യരൂപം കൈക്കൊണ്ട് ദിവ്യാഭരണങ്ങൾ അണിഞ്ഞ് സുസ്മേര വദനയായി ഭീമനെ സമീപിച്ചു. ഭവാൻ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? എന്തിനാണ് ഇവിടെ വന്നത്? ഈ സ്ഥലം ഹിഡിംബന്റെ വാസസ്ഥാനമാണ് എന്നുള്ളത് അറിയില്ലേ? അവൻ നിങ്ങളുടെ മാംസം തിന്നുവാനുള്ള ആഗ്രഹം കൊണ്ട് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. എന്നാൽ ദൈവകുമാരനെ പോലെ ഇരിക്കുന്ന സുന്ദരനായ അങ്ങയെ കണ്ടപ്പോഴേ എനിക്ക് ഭർത്താവായിട്ട് ലഭിക്കണം എന്ന് ഒരാഗ്രഹം തോന്നി. ഞാൻ ഭവാനിപ്പോൾ ഉള്ള മനുഷ്യരെ രക്ഷിക്കാം. അങ്ങ് എനിക്കൊരു വാക്ക് തരണം. ഞാൻ കാമമോഹിതയായിപ്പോയി. അങ്ങനെയുള്ള സ്ത്രീയെ ഉപേക്ഷിക്കരുതെന്നാണ് ധർമ്മം. അതുകൊണ്ട് അങ്ങ് എൻ്റെ ഭർത്താവായിട്ട് തീരണം. ഹിഡിംബിയെ കാണാത്തത് കൊണ്ട് ഹിഡിംബൻ അതിനു മുമ്പ് അവിടെ എത്തി. ആ ഭീമനുമായിട്ട് ഗുസ്തിയിലേർപ്പെട്ട ശബ്ദം കേട്ട് മറ്റ് പാണ്ഡവര് കുന്തിയും ഉണർന്നു. ഭീമനെ അടിക്കുവാനായിട്ട് ഓങ്ങിയ കൈ ഭീമൻ പിടിച്ചു വലിച്ച് ദൂരത്തേക്ക് കൊണ്ടുപോയി. പാണ്ഡവര് മറ്റുള്ളവര് ഉണരണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തതെങ്കിലും അവര് ഉണർന്നു. ആ സമീപത്തെ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ട് അവരെല്ലാം ആശ്ചര്യപ്പെട്ടു. ഹിഡിംബി കുന്തിദേവിയെ സമീപിച്ച് ഞാൻ ഭീമസേനയിൽ അനുരക്തയാണെന്നും എന്നെ പത്നിയായിട്ട് സ്വീകരിക്കാൻ പുത്രനോട് പറയണം എന്നും പറഞ്ഞു. അർജുനൻ ഭീമനെ സഹായിക്കാൻ ചെന്നെങ്കിലും അതിനു മുമ്പ് തന്നെ ഭീമൻ ഹിഡിംബനെ ആ നിലത്തടിച്ച് കൊന്നു. ശേഷം ഹിഡിംബിയെ വധിക്കാൻ അടുത്തെങ്കിലും ധർമ്മപുത്രരും കുന്തിയും അത് തടഞ്ഞു. അവർ ഹിഡിംബിക്കൊപ്പം പിന്നീട് യാത്ര ചെയ്തു. ആ യാത്രയിൽ വ്യാസദേവനെ അവർ വഴിയിൽ കണ്ടു. അവർ വ്യാസനോട് വേദന പങ്കുവയ്ക്കുകയും കരയുകയും ചെയ്തപ്പോഴേ വ്യാസൻ പറഞ്ഞു, നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട, യാതൊരു ഖേദവും വേണ്ട, നിങ്ങൾക്ക് നല്ലത് വരും. ഹിഡിംബിയെ കൊണ്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാകും. നിങ്ങളെ ആപത്ത് വരുന്ന സമയത്ത് വിഷമിക്കുകയോ സമ്പത്ത് വരുന്ന സമയത്ത് വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇതെല്ലാം തമ്പുരാന്റെ ഒരു ലീലയാണ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആ പാപത്തെ കളയുന്നതിന് ഈശ്വര സേവ ചെയ്യുക, അതാണ് നമുക്ക് ഉത്തമമായിട്ടുള്ളത്. അതിനിടയ്ക്ക് ഹിഡിംബി ഭീമനിൽ നിന്ന് ഗർഭവതിയാവുകയും പാണ്ഡവരിലെ അടുത്ത തലമുറയുടെ പുത്രൻ ജനിക്കുകയും ചെയ്തു. അവനാണ് ഘടോൽക്കചൻ. അതുപോലെ ഏവർക്കും സന്തോഷമുണ്ടായി. ആ രാക്ഷസ നാരിമാര് ഗർഭം ധരിച്ചാൽ ഉടനെ പ്രസവിക്കുകയും കുട്ടികൾ ഉടൻ തന്നെ യൗവനം പ്രാപിക്കുകയും ചെയ്യുക പതിവാണ്. ആ ഘടോൽക്കചൻ അമ്മയെയും അച്ഛനെയും നമസ്കരിച്ചു. പിന്നീട് കുന്തിദേവിയുടെയും പാണ്ഡവന്മാരുടെയും അടുത്ത് ചെന്ന് അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. അവർ പിന്നീട് ശാലിഹോത്രൻ എന്ന മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തപ്പെട്ടു. അവിടെയും വേദവ്യാസനെ അവര് കണ്ടു. ഇനി എവിടെ തങ്ങണം, ഏത് വഴി പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യാസദേവൻ നിർദ്ദേശിച്ചു. ആ വിവരങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. ഓം നാരായണായ നമഃ. ഈ വ്യാഖ്യാന ഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഓം വിഷ്ണവേ നമഃ.